മൂന്നാറിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതിപക്ഷ നേതാവ് ചോദ്യക്കടലാസുകൾ പരിശോധിക്കുകയാണ്. ഉത്തരക്കടലാസല്ല, ചോദ്യക്കടലാസ്. ഞാൻ ഒരു പുതിയ കാര്യം ഇവിടെ ഉന്നയിക്കുന്നത് +2 ജേർണലിസം പേപ്പറിൻ്റെ കാര്യമാണ്. പാലക്കാട് പട്ടാമ്പി ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ മനീഷ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. ആ +2 വിദ്യാർത്ഥിയെ സംഘർഷത്തിലാക്കി 20-ാം തീയതിയിലെ ജേർണലിസം പരീക്ഷയാണ്. 2ാം വർഷം ജേർണലിസം പരീക്ഷയിൽ ചോദ്യങ്ങൾ സിലബസിന് പുറത്തു നിന്നാണ് വന്നത്. 29 ചോദ്യങ്ങളിൽ 14 എണ്ണം മാത്രമേ പാഠഭാഗത്തെ അധികരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ളൂ. 60 മാർക്കിൻ്റെ ചോദ്യത്തിൽ 31 മാർക്ക് മാത്രമാണ് പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചത്. ജേർണലിസം ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ചോദ്യം എവിടെ നിന്ന് വരുമെന്ന് കൃത്യമായി പറയാനാവില്ല. അതുവിടെ വേറെ വല്ലതുമുണ്ടോ? SSLC ഹിന്ദി പരീക്ഷയിലെ ഹിന്ദി പരീക്ഷയിൽ 9 തെറ്റുകളാണ് ആ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ ചാർലിക്ക് മൻസൂമിയത് സെ പ്രഭാവിത് തഥ എന്നെഴുതാനായി ഉത്തരം കൊടുത്തിരുന്നു. കർത്താവായി ലോഗ് വരുന്നത് കൊണ്ട് ഥേ എന്ന് അവസാനിക്കേണ്ടതാണ്. തെറ്റാണ്. 13ാമത്തെ ചോദ്യത്തിൽ അകാൽ മേ ചൂഹോം കി ക്യാ ഹാൽ ഹോ ഗയി എന്ന് ചോദിച്ചിരിക്കുന്നു. ഹാൽ പുല്ലിംഗമായതുകൊണ്ട് ക എന്ന കാരക ചിഹ്നം ഉപയോഗിച്ച് ഗയ എന്നാണ് അവസാനിപ്പിക്കേണ്ടത്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. 9 ചോദ്യങ്ങൾ തെറ്റാണ്. ചോദ്യ പേപ്പറിൽ 9 എണ്ണം ഞാൻ നിങ്ങൾക്ക് തരാം. ഹിന്ദി ചോദ്യത്തിൻ്റെ 9 എണ്ണം തെറ്റായിട്ട് അടിച്ചിരിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞത് എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ വെരിഫൈ ചെയ്തു. ആ കുട്ടി പറഞ്ഞത് മുഴുവൻ ശരിയാണ്. 9 തെറ്റുകളാണ് SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഹിന്ദി അറിയുന്ന ഒരാളെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ എന്തു വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? പരീക്ഷ മാറ്റി നടത്തണോ? ഞാൻ വീണ്ടും പരീക്ഷ നടത്തണമെന്ന് പറയുന്നത്. കാരണം 13 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്. പക്ഷേ മൂല്യനിർണ്ണയത്തിന് മുമ്പ് ഈ അപാകതകൾ മുഴുവൻ പരിശോധിക്കാൻ ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. മൂല്യനിർണ്ണയം നടത്തുന്നതിന് മുമ്പ് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കാതെ അതിനു മുമ്പ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും ഗവൺമെൻറ് അന്വേഷിക്കണം. ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. മന്ത്രി രാജിവെക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന പോരാ. കാലാൾപ്പട രംഗത്തിറങ്ങണം. കാലാൾപ്പട. സർവമേഖലയിലും ചോർച്ചയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ പരീക്ഷയുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് പരീക്ഷയുടെ കണക്ക് പേപ്പർ ചോർന്നു. വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. SSLC പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ചോദ്യ പേപ്പർ ചോർച്ചയാണ് കണക്ക് പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ +1 പരീക്ഷയുടെ ജോഗ്രഫിയുടെ പേപ്പർ ചോർന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫിസിക്സ് പേപ്പറും ചോർന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണൂരാണ് യുദ്ധം. KSUക്കാരുടെ പട ഉദ്ഘാടനം ചെയ്യുന്നത് KSUവിൻ്റെ പഴയൊരു പ്രസിഡന്റായ സതീശൻ പാച്ചേനിയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക വിഭാഗമായിട്ടുള്ള KSTAയിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആ മന്ദബുദ്ധികളാണ് ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ മന്ദബുദ്ധികൾ തന്നെയാണ് ഈ പേപ്പറുകളെല്ലാം ചോദ്യങ്ങളെല്ലാം ചോർത്തി കൊടുത്തിരിക്കുന്നത്. കണ്ണൂരിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് മുന്നേറ്റം.
ഞങ്ങൾക്കിവിടെയാവില്ലോ രവീന്ദ്രനാഥ രാജിവെക്കൂ. പ്രതിഷേധിക്കാനുള്ള അവസരം ആവശ്യത്തിന് തന്നു കഴിഞ്ഞുവെന്നും അതിനാൽ ഇനി നിർത്തിപ്പോയിക്കോളണമെന്നുമാണ് പോലീസുകാർ പറയുന്നത്. KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായ അശ്വിൻ മുതുകോടിനാണ് ബോധം പോയത്. എന്നാലും KSUവിന് ബോധമുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇനിയൊരിടവേളയാണ്.